ഭാഗ്യ വിവാഹ ദിനത്തിൽ അണിഞ്ഞ ആഭരണങ്ങളെല്ലാം വാങ്ങിയത് നികുതി അടച്ച്. തന്നെയും കുടുംബത്തെയും തകർക്കരുത്, ദയവായി മതിയാക്കൂ എന്ന് അപേക്ഷിച്ച് നടനും BJP നേതാവുമായ സുരേഷ് ഗോപി. സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹത്തിനും കുടുംബത്തിനുമെതിരെയുള്ള സൈബർ ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ഇപ്പോൾ പുറത്തുവരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി തന്നെയാണ് ഇത്തവണയും കളത്തിലിറങ്ങുന്നത് എന്ന് അറിഞ്ഞത് മുതൽക്കാണ് അദ്ദേഹത്തിനെതിരെ സൈബർ കമ്മികളുടെ ആക്രമണം ആരംഭിച്ചത്. അദ്ദേഹത്തിനെ ഇടം വലം തിരിയാതെ ആക്രമിച്ച് മാനസികമായി തളർത്തുക എന്നതാണ് സൈബർ കമ്മികളുടെയും സുഡാപ്പികളുടെയും ലക്ഷ്യം. എന്നാൽ അതിൽ നിന്നെല്ലാം തന്നെ അദ്ദേഹം ഒരടി പിന്നോട്ട് വയ്ക്കാതെ മുന്നോട്ട് തന്നെയാണ് പ്രയാണം ആരംഭിച്ചത്. മാധ്യമപ്രവർത്തകരുടെ പരാതി, ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിലെ മാതാവിന്റെ രൂപത്തിലെ സ്വർണ്ണക്കിരീടം അണിയിച്ചപ്പോൾ അത് താഴെ പോയ സംഭവം, മകളുടെ വിവാഹം എന്നിങ്ങനെ അദ്ദേഹത്തെ വേട്ടയാടുകയാണ് നിരവധി കമ്മിച്ചൊറിയന്മാർ. മകളെ പൊന്നിൽ കുളിപ്പിക്കാൻ അദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, പക്ഷേ ഭാഗ്യ ലളിതമായ ആഭരണങ്ങളിലൊക്കെ ഒതുങ്ങിയപ്പോൾ സൈബർ കമ്മികളടക്കം ഞെട്ടിപ്പോയിരുന്നു. ഇല്ലെങ്കിൽ മറ്റു പലതും പറഞ്ഞും എഴുതിയൊക്കെ ഇവർ ഫലിപ്പിച്ചേനെ എന്നതും വ്യക്തമാണ്. അങ്ങനെ തന്റെ മകളുടെ വിവാഹത്തിൽ പോലും ലാളിത്യം കൊണ്ട് സുരേഷ് ഗോപി വൻ മാതൃകയാണ് കാട്ടിത്തന്നിരിക്കുന്നത്. ഓറഞ്ച് നിറമുള്ള ഒരു സാരിയാണ് വിവാഹ ദിനത്തിൽ താരപുത്രി ധരിച്ചത്. സാരിക്ക് ഇണങ്ങുന്ന ഒരു ചോക്കറും ജിമിക്കിയും കമ്മലും 2 വളകളും മാത്രമാണ് ഭാഗ്യ ആഭരണമായി ഉപയോഗിച്ചത്. ഒരു താരപുത്രി ഇത്രയേറെ സിമ്പിൾ ലുക്കിൽ വിവാഹത്തിന് പ്രത്യക്ഷപ്പെടുന്നതൊക്കെ ഒരുപക്ഷെ ഇത് ആദ്യമായിട്ടാകും. അതുകൊണ്ട് തന്നെ ഭാഗ്യ ആരാധകർക്ക് പോലും ഒരു അത്ഭുതമായി മാറിയിരുന്നു. താലികെട്ടിന് ഒരു ചോക്കറും ഓഡിറ്റോറിയത്തിൽ നടന്ന മറ്റ് ചടങ്ങുകളിൽ 2 മാലയും 2 വളകളും മാത്രമാണ് ഭാഗ്യ ധരിച്ചിരുന്നത്. ഒടുവിൽ ഭാഗ്യയിട്ട മാലയായിരുന്നു സൈബർ കമ്മികളെ ചൊടിപ്പിച്ചത്. ഇതിന് പിന്നാലെ ഈ ആഭരണങ്ങൾക്കൊന്നും തന്നെ നികുതി അടച്ചില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിക്ക് നേരെ ഇപ്പോൾ സൈബർ കമ്മികൾ വീണ്ടും ആക്രമണം അഴിച്ചുവിട്ടത്. ഇതോടെയാണ് സോഷ്യൽ മീഡിയയിലെ ഈ പ്രചരണങ്ങൾക്കെതിരെ സുരേഷ് ഗോപി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. തന്റെ മകൾ ഭാഗ്യ വിവാഹ ദിനത്തിൽ അണിഞ്ഞ ആഭരണങ്ങളെല്ലാം തങ്ങളുടെ സമ്മാനമാണെന്നും അതെല്ലാം GST അടക്കം അടച്ച് വാങ്ങിയതെന്നുമാണ് സുരേഷ് ഗോപിയുടെ പ്രതികരണം. സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതവും വിദ്വേഷജനകവുമായ വിവരങ്ങളുടെ വെളിച്ചത്തിൽ ഭാഗ്യ ധരിച്ചിരുന്ന ആഭരണങ്ങൾ അവളുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിയുടെയും സമ്മാനങ്ങളാണെന്ന് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. GSTയും മറ്റെല്ലാ നികുതികളും ഉൾപ്പെടെയുള്ള ബില്ലുകൾ കൃത്യമായി അടച്ചാണ് ആഭരണങ്ങൾ വാങ്ങിയത്. ഡിസൈനർമാർ ചെന്നൈ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഒരാഭരണം ഭീമയിൽ നിന്നുള്ളതായിരുന്നു. ദയവായി ഇത് നിർത്തൂ. വൈകാരികമായി എന്നെയോ എന്റെ കുടുംബത്തെയോ തകർക്കരുത്. ഈ എളിയ ആത്മാവ് ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും പരിപാലിക്കാനും പ്രാപ്തനാണ് എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ വാക്കുകൾ. ഇതിനിടെ ഭാഗ്യയുടെ വിവാഹമൊക്കെ മംഗളകരമായി നടന്നുവെന്നും എല്ലാം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമാണെന്നും തന്നെ കൊണ്ട് ഒന്നും തന്നെ കൂട്ടിയാൽ നടക്കില്ല എന്നും ഭാഗ്യ സുരേഷിന്റെ വിവാഹങ്ങൾ പങ്കുവെച്ചുകൊണ്ടും സുരേഷ് ഗോപി അറിയിച്ചിരുന്നു. വിവാഹത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മമ്മൂട്ടിയും മോഹൻലാലും അടക്കം സിനിമാ മേഖലയിലെ പ്രമുഖർ എത്തിയിരുന്നു. ഇക്കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നടന്ന വിവാഹ സൽക്കാരത്തിനിടെയാണ് എല്ലാം ഗുരുവായൂരപ്പന്റെ വിളയാട്ടമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കിയത്. എല്ലാം ഈശ്വരൻ പ്രസാദിച്ചതുകൊണ്ടാണെന്നും അതുകൊണ്ട് എല്ലാം ഭംഗിയായി സാധിച്ചുവെന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എല്ലാ മാധ്യമ പ്രവർത്തകരും മാന്യമായി സഹകരിച്ചു. നിങ്ങളിൽ നിന്ന് ഞാൻ ഇതാണ് പ്രതീക്ഷിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ നിങ്ങൾ ചെയ്തു. എല്ലാം ഈശ്വരൻ പ്രസാദിച്ചതാണ്. എല്ലാം സാധിച്ചു. എന്റെ ഗുരുവായൂരപ്പന്റെ വിളയാട്ടം എന്നെക്കൊണ്ട് കൂട്ടിയാൽ ഒന്നും നടക്കില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഗോകുലം കൺവെൻഷൻ സെന്ററിൽ നടന്ന വിവാഹ ചടങ്ങിൽ നിരവധി സിനിമാ താരങ്ങളടക്കം പങ്കെടുത്തിരുന്നു. വിവാഹ ചടങ്ങിന് മുഖ്യ കാർമ്മികത്വം വഹിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. അദ്ദേഹം ചടങ്ങിൽ സജീവമായി തന്നെ പങ്കെടുത്തിരുന്നു. വധൂവരന്മാർക്ക് മാലയെടുത്ത് നൽകി. ചടങ്ങിൽ മലയാള സിനിമയിലെ വൻ താരനിരയടക്കം പങ്കെടുത്തിരുന്നു. നിരവധി താരങ്ങളാണ് വിവാഹ ചടങ്ങിനെത്തിയത്. ചടങ്ങിൽ സംബന്ധിച്ച എല്ലാവരോടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുക ചെയ്തിരുന്നു. രാവിലെ ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തിയ അദ്ദേഹം ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷമാണ് വിവാഹ ചടങ്ങിൽ പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.